പൂരത്തിനൊരുങ്ങുന്ന തെരഞ്ഞെടുപ്പ് പൂരത്തിനൊരുങ്ങുന്ന തൃശ്ശൂരിലേക്ക്. ശരി, ഇനി തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരത്തിന് കൊടികയറിയ തൃശ്ശൂരിൽ ആര് വിജയിയാകും? ആരാണ് തൃശ്ശൂർ എടുക്കുക? തൃശ്ശൂരുകാർ അവരുടെ മനസ്സ് ആർക്കാണ് കൊടുക്കുക? ത്രികോണ മത്സരം നടക്കുന്ന, ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന തൃശ്ശൂർ ഇനി മാതൃഭൂമി ന്യൂസ് പി മാർക്ക് അഭിപ്രായ സർവേയിൽ. കഴിഞ്ഞ തവണയും ഏറ്റവും അവസാനം നമ്മൾ തൃശ്ശൂരിന്റെ ഫലമാണ് പുറത്തുവിട്ടത്. കലാശക്കൊട്ട്. അന്നും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. അന്ന് VS സുനിൽകുമാറിനാണ് അല്പം മുന്നേറ്റം ഉണ്ടായിരുന്നത്. 34% വോട്ടോടെ. അതായത് മാതൃഭൂമി ന്യൂസ് പി മാർക്ക് അഭിപ്രായ സർവേയുടെ ആദ്യത്തെ എഡിഷനിൽ 34% വോട്ടോടുകൂടി VS സുനിൽകുമാർ ഒന്നാം സ്ഥാനത്തും 32% വോട്ടോടെ K മുരളീധരൻ രണ്ടാം സ്ഥാനത്തും 31% വോട്ടോടെ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തും ആയിരുന്നു. മാറിയിട്ടുണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരെങ്കിലും മുന്നോട്ട് പോയോ അതോ ആരെങ്കിലും പുറകോട്ട് പോയോ? പുറകോട്ട് പോയത് ആര് മുന്നിൽ കയറി? തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂർ പൂരം നടക്കാൻ പോവാണ് 19-ാം തീയതി. അതിനേക്കാൾ വലിയ പൂരമാണ് നടക്കാൻ പോകുന്നത് 26-ാം തീയതി. ഇപ്പൊ തൃശ്ശൂർ എന്തൊക്കെയാണ് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് അറിയില്ല. വളരെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു. BJPയെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ ആദ്യത്തെ MP തൃശ്ശൂരിൽ നിന്നുണ്ടാകുമെന്ന് ദേശീയ തലത്തിലെ നേതാക്കൾ പോലും വിചാരിക്കുന്നു, പ്രധാനമന്ത്രി പോലും വിചാരിക്കുന്നു. രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് തൃശ്ശൂരിൽ നടക്കുന്നത്, തൃശ്ശൂരിലും തിരുവനന്തപുരത്തും. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ BJP പ്രതീക്ഷ വെക്കുന്നത് തൃശ്ശൂരിൽ തന്നെയാണ്, സംശയമില്ല. ഇപ്പോൾ ഈ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതിന്റെ കാര്യം, അവിടെ പൂരം നടക്കുമ്പോൾ നമുക്കറിയാം കുടമാറ്റത്തിന് ഈ 2 ദേവസ്വങ്ങളും കുടകൾ ഒളിപ്പിച്ചു വെച്ചിട്ട് ഏറ്റവും അവസാനം ഓരോ കുടകളായിട്ട് അവർ സർപ്രൈസ് നടത്തും, ഓരോന്നായി പുറത്തെടുക്കും മത്സരിച്ച് എന്ന് പറയുന്ന പോലെ. അത് പൂരം കാണാനെത്തിയവരിൽ വലിയ ആവേശമുണ്ടാക്കും. അതുപോലെ തൃശ്ശൂരിലെ ആളുകൾ അവരുടെ മനസ്സ് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണോ എന്നുള്ളതാണ് അറിയാം. തീർച്ചയായും ഇനിയാണ് നമ്മളത് കാണാൻ പോകുന്നത്. താമര വിരിയാതിരിക്കാനാണ് K മുരളീധരനെ കോൺഗ്രസ് വളരെ സർപ്രൈസിംഗ്ലി ഇവിടേക്ക് കൊണ്ടുവന്നത്. അതിനെന്തെങ്കിലും റിസൾട്ട് ഉണ്ടാക്കി കാണുമോ? അതുപോലെ സുനിൽകുമാർ എന്ന് പറയുന്നത് അവിടുത്തെ എല്ലാ ആളുകൾക്കും സുനിച്ചേട്ടൻ എന്ന് വിളിച്ച് തോളിൽ കൈയിടാൻ കഴിയുന്ന നേതാവാണ്. സുരേഷ് ഗോപി കഴിഞ്ഞ 5 വർഷമായി തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. അങ്ങനെ 3 ഹെവി വെയിറ്റ് സ്ഥാനാർത്ഥികൾ. ആർക്കൊപ്പമാണ് തൃശ്ശൂരുകാരുടെ ഒരു കൺഫ്യൂഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരിക്കും തോന്നുന്നു. നമുക്ക് എന്തായാലും ആ റിസൾട്ടിലേക്ക് ഒന്ന് പോകാം. തൃശ്ശൂരിൽ ആർക്കാണ് തലപ്പൊക്കം? തൃശ്ശൂരിൽ ആരാണ് തിടമ്പേറ്റുക? കാണാം നമുക്ക്. തൃശ്ശൂർ ആർക്കൊപ്പം വരട്ടെ. തൃശ്ശൂരിൽ K മുരളീധരൻ സർപ്രൈസ്. കഴിഞ്ഞ തവണ രണ്ടാമതുണ്ടായിരുന്ന K മുരളീധരൻ ഇപ്പോഴിതാ മുന്നിലെത്തിയിരിക്കുന്നു. VS സുനിൽകുമാർ പുറകിൽ പോകുന്നു. സുരേഷ് ഗോപി 3-ാം സ്ഥാനത്ത് തന്നെ. അതാണ് 2ാം ഘട്ട അഭിപ്രായ സർവേ ഫലം. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. K മുരളീധരൻ 34% വോട്ടോടെ 1-ാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസ് പി മാർക്ക് അഭിപ്രായ സർവേ പറയുന്നു. VS സുനിൽകുമാർ 2 പോയിന്റ് മാത്രം പിറകിൽ 32. 3-ാം സ്ഥാനത്ത് 31 പോയിന്റുമായി സുരേഷ് ഗോപി. അതായത് 2 പോയിന്റ് ലീഡ് VS സുനിൽകുമാറിന് കഴിഞ്ഞ 1-ാം ഘട്ട സർവേയിൽ ഉണ്ടെങ്കിൽ അതിപ്പോൾ 2 പോയിന്റ് ലീഡ് മുരളീധരൻ എന്നുള്ള നിലയിലേക്ക് മാറുന്നു. കഴിഞ്ഞ തവണത്തെ 1-ാം സ്ഥാനക്കാരും 2-ാം സ്ഥാനക്കാരും തമ്മിൽ ഒരു വെച്ചുമാറ്റം നടക്കുന്നു. 2% വ്യത്യാസത്തിൽ സുരേഷ് ഗോപി അവിടെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് 2-ാം ഘട്ട അഭിപ്രായ സർവേ ഫലത്തിൽ നിന്ന് വ്യക്തമാകുന്നത്.